ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു നമ്മൾ കണ്ടത്. ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 10,326 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 10,327 വരെ ഹൈ പോയിട്ടുണ്ടായിരുന്നു. തുടർന്ന് 10,167 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇനി നമ്മൾ സെക്ടറൽ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പ്രൈവറ്റ് ബാങ്ക് അതേപോലെ തന്നെ IT ഈ രണ്ട് സെക്ടറുകളായിരുന്നു ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മീഡിയ ഫാർമ ഈ ഒരു രണ്ട് സെക്ടറുകളായിരുന്നു ടോപ്പ് ലോസേഴ്സായിട്ടും നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ 25 സ്റ്റോക്കുകൾ അഡ്വാൻസസിൽ നിന്നിട്ടുണ്ടായിരുന്നു, 25 സ്റ്റോക്കുകൾ ഡിക്ലൈനിലുമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല വോളറ്റൈലായിട്ടുള്ളൊരു സെഷനായിരുന്നു മാർക്കറ്റിൽ കണ്ടത്. ഒരു ഉച്ചവരെയുള്ള മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 12 വരെയുള്ള സെഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഗെയിൻ മെയിൻറ്റെയിൻ ചെയ്തൊന്ന് കാണാം. പക്ഷേ അത് തുടർന്നുള്ളൊരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ അനുഭവപ്പെട്ടു. അത് തുടർന്ന് ആ ഒരു ഉണ്ടായ ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇനി നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ബിയറിഷ് ബെൽറ്റ് ഹോൾഡ് അങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത് ഏകദേശം. അപ്പോൾ ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് റിവേഴ്സലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷേ എങ്കിലും വരും ദിവസങ്ങളിലെ മാർക്കറ്റിനൊന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു മാർക്കറ്റിൻ്റെ ഇതേ തുടർന്നുള്ളൊരു ഫോം ചെയ്യുന്ന പാറ്റേണൊക്കെ ഇതിനൊരു സപ്പോർട്ടീവായിട്ട് വരുന്നില്ല എങ്കിൽ, അതായത് ഇതിനൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നെഗറ്റീവായി മാറും. അതല്ല എങ്കിൽ ഈ ഒരു പാറ്റേൺ നമുക്ക് വാലിഡായി മാറും, ഒരു റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം മാർക്കറ്റിൽ. ഇനി നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പോൾ കൂടുതൽ നിൽക്കുന്നത്. കാരണം എക്കണോമിക് ഡാറ്റയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വീക്കായിട്ടുള്ള എക്കണോമിക് ഡാറ്റയാണ് പലയിടത്തു നിന്നും റിപ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏണിങ്സ് റിലീസൊക്കെ നോക്കുകയാണെങ്കിലും അതായത് വളരെ വീക്കായിട്ടുള്ളൊരു ഏണിങ്സ് റിലീസൊക്കെയാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് മാർക്കറ്റ് ഗെയിൻ ചെയ്തിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ സെഷനുകളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിനാണ് ഇപ്പോൾ മാർക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആകപ്പാടെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ്. അത് നമ്മളിപ്പം മാർക്കറ്റിലെ അനലിസ്റ്റുകളെയൊക്കെ നോക്കുകയാണെങ്കിലും പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് മാർക്കറ്റിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു എക്സാക്റ്റ് പൊസിഷൻ എങ്ങോട്ടേക്കാണ്, അങ്ങനത്തെ ഒരു കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അതുപോലെ നമുക്കൊരു എക്സാക്റ്റ് ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കാത്തൊരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ കൂടിയും കുറച്ചൊന്ന് അഗ്രസീവായിട്ടുള്ളൊരു മോഡിലിരിക്കുക. കാരണം മാർക്കറ്റിൽ ഇപ്പോൾ നമ്മളൊരു റിവേഴ്സൽ കാണുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഡൗണിനുള്ളൊരു സാധ്യത കാണുകയാണെങ്കിൽ ആ ഒരു സെല്ലിനുള്ളൊരു പ്രിപ്പറേഷനൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്കിപ്പോഴും ഈ കൊറോണയെ സംബന്ധിച്ചിടത്തോളം കൊറോണ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റ്, അതിൻ്റെ ഒരു എക്സാക്റ്റ് ഡെപ്ത് നമുക്കിപ്പോഴും തിരിച്ചറിയാനായിട്ടില്ല. അതുപോലെ തന്നെ ഇനി ഇത് എത്ര കാലം തുടരും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ കൂടി, സാധാരണഗതിയിൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു നല്ലൊരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ നമ്മളങ്ങനെ ഒരുപാട് വറി ചെയ്യാറില്ല സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പോൾ ഈ ഒരു സെനാരിയോ, അതായത് ഈ ഒരു 2020 എന്നുള്ളൊരു കാലഘട്ടം നമ്മളിപ്പം കൂടുതലും അതിൽ നിന്ന് മാറി കുറച്ചൊന്ന് അഗ്രസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇപ്പോഴും നമുക്ക് ഫുള്ളായിട്ട് പിക്ചറൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളിപ്പം ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അൺലോക്ക് 1.0 അത് ഇപ്പം പുതിയ ഒരു സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നു മുതൽ നോക്കുകയാണെങ്കിൽ ഹോട്ടൽസ്, അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ്, ഷോപ്പിംഗ് മാൾസ്, അതുപോലെ തന്നെ റിലീജിയസ് പ്ലേസസ് ഇതൊക്കെ റീ ഓപ്പണിങ്ങിനുള്ളൊരു അനുമതി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഒരു ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസൊക്കെ ഗൈഡൻസൊക്കെ വെച്ച് അത് ഓപ്പൺ ചെയ്യുന്നത് കുറച്ച് കഷ്ടമാണ്, അത് അവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു ബെനിഫിറ്റ് വരത്തില്ല എന്നുള്ള രീതിയിൽ പല ഹോട്ടലുകളും ഉടമകളും അതുപോലെ തന്നെ അസോസിയേഷൻസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വീണ്ടും തുടങ്ങുന്നതിൽ ഒരു ആശയക്കുഴപ്പത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റീ ഓപ്പണിംഗ് എത്രമാത്രം ബെനിഫിറ്റ് ചെയ്യും എന്ന് നമുക്കറിയത്തില്ല. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ എയർ ട്രാവൽ, അതുപോലെ തന്നെ തിയേറ്റർ, സിനിമ ഹാൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അതാത് സ്റ്റേറ്റുകളായിട്ടുള്ള ഒരു ഡിസ്കഷന് ശേഷമേ അത് റീ ഓപ്പൺ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്നാണ് സെൻട്രലിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ചൊരു ക്ലിയർ പിക്ചർ ആയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇനി ഗ്ലോബൽ ലെവലിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു മൊത്തം മാക്രോ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് Q1 റിസൾട്ട്സിൻ്റെ ഒരു ടൈം അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു ലോക്ക്ഡൗൺ കൂടുതലും വന്നത് ഏപ്രിൽ മെയ് ഈ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് Q1 റിസൾട്ട്സ് മോശമായിരിക്കും എന്നുള്ള രീതിയിൽ കമ്പനികൾ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു Q1 റിസൾട്ട്സ് നമുക്ക് കൂടുതലും ഒരു മോശം എന്നുള്ള രീതിയിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ Q2 റിസൾട്ട്സിനും ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് പല കമ്പനികളും പറയുന്നത്. പിന്നെ അതുമാത്രമല്ല ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഇപ്പം നവംബർ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ ടൈം ആകുന്നു. അപ്പോൾ അതും ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കും. അടുത്തായിട്ട് US ചൈന ട്രേഡ് ടാരിഫിൻ്റെ ആ ഒരു കൺഫ്യൂഷൻസ് എല്ലാം നിലനിൽക്കുന്നത്. അപ്പം ഇതും വീണ്ടും മാർക്കറ്റിൽ വീണ്ടും ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതലായിട്ട് ട്രാക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് വീക്കായിട്ടുള്ളൊരു ഒരു Q1 റിസൾട്ട്സ് വരാൻ പോകുന്നു. അതിനുശേഷം Q2 കുറച്ച് റിലാക്സേഷൻ വരുമെന്ന് കമ്പനികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ മുമ്പോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്.
ഇനി അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ ലെവലുള്ള മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള എൻഡിങ് ആയിരുന്നു ജൂൺ 5-ാം തീയതി കൊടുത്തത്. ഏകദേശം 198 പോയിൻറ്റ്സിൻ്റെ അപ്പിലാണ് നാസ്ഡാക്ക് ഉണ്ടായിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ആ ഒരു US ജോബ്ലെറ്റ്സ് ഡാറ്റയിൽ ഉണ്ടായിരുന്നൊരു കുറവാണ്, അതായത് ഒരു 1% കുറവുണ്ടായി എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അത് നോക്കുകയാണെങ്കിൽ അതൊരു അതിനകത്തൊരു കറക്ഷൻ ഉണ്ട്, അതൊരു എററാണ് എന്നുള്ള രീതിയിലൊരു റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മോഡസ്റ്റ് ഗെയിനിലാണ് മാർക്കറ്റൊക്കെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗെയിൻ ലോസ് ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവിൽ കാണിക്കുന്നുണ്ട്. SGX നിഫ്റ്റി ഇപ്പോൾ ഒരു ബോർഡർ റേഞ്ചിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്തായിട്ട് ഗോൾഡിൻ്റെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസിൽ വർധനവുണ്ടായിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഒരു ചെറിയ ഫോൾ വന്നിരിക്കുന്നു ഇപ്പോൾ ഈ സമയത്ത്. ഇനി അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, അതായത് ഒരു പാർട്ടിസിപ്പേഷൻ കുറഞ്ഞ രീതിയിലായിരുന്നു FIIൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. DIൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ജൂൺ 8-ാം തീയതി നോക്കുകയാണെങ്കിൽ 1238 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് ഈ DIൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. FIIൻ്റെ ഇനി അപ്ഡേറ്റ് ആകാനുണ്ട്. ഇനി അടുത്തായിട്ട് കറൻസിയുടെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിങ് ആണ് ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് രൂപയുടെ മൂല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി പ്രധാനമായിട്ട് ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ OPEC, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു ന്യൂസ് ആയിരുന്നു, OPEC പല രാജ്യങ്ങളിലുള്ള ഓയിൽ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടത്താൻ പോകുന്നു. അത് ആ ഒരു ഓയിൽ കട്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു നിർദ്ദേശവുമായിട്ട്. അപ്പോൾ അതിൽ മേജർ പ്രൊഡ്യൂസേഴ്സ് എല്ലാം ഈ ഒരു ജൂലൈ എൻഡ് വരെ ഈ ഒരു ഔട്ട്പുട്ട് കട്ട്സ് വീണ്ടും തുടരാം എന്നുള്ള രീതിയിലൊരു എഗ്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് ഓയിലിൻ്റെ പ്രൈസിലേക്ക് ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് എക്കണോമിക് ടൈംസിൽ രാകേഷ് ജിൻജുവാലുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൻ്റെ റിപ്പോർട്ടാണ്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു മാർക്കറ്റിലുണ്ടായ ഈ ഒരു ഫോള് അത് ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു ഭീതിയുടെ പുറത്ത്, അതായത് കൊറോണയെ പറ്റിയുള്ള ഒരു ഭീതിയുടെ പുറത്തുണ്ടായ ഒരു കറക്ഷനാണ് ഈ ഒരു ഷാർപ്പ് കറക്ഷൻ. അതുപോലെ തന്നെ ഈ ഒരു മാർക്കറ്റിലുണ്ടായ ഒരു അൺസർട്ടനിറ്റി, അപ്പോൾ അതൊക്കെയായിരുന്നു ഈ മാർക്കറ്റിൽ ഒരു ഷാർപ്പ് കറക്ഷൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇനിയും കുറേ കാലത്തേക്ക് തുടരാൻ സാധ്യതകളില്ല, മാർക്കറ്റ് എന്തായാലും തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോങ് റണ്ണിലേക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് നല്ലൊരു രീതിയിൽ തിരിച്ചു വരും. അതുപോലെ തന്നെ ഈ ഒരു മാർക്കറ്റിൻ്റെ റിയൽ പിക്ചർ, അതായത് ഒരു NPAനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നല്ല പിക്ചറൊക്കെ നമുക്കൊരു ഡിസംബർ ക്വാർട്ടർ, ആ ഒരു ഡിസംബർ ടൈം ആകുമ്പോഴത്തേക്കും കൂടുതലായിട്ടൊരു നല്ല റിയൽ പിക്ചർ കിട്ടും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് തന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് സെക്ടറുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടഡ് ആയിട്ടായിരിക്കും കുറച്ച് കാലത്തേക്ക് പെർഫോം ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഒരു Q1 Q2 ആ ഒരു കാലഘട്ടത്തിന് ശേഷം മാർക്കറ്റിൽ നല്ലൊരു തിരിച്ചുവരവിന് സാധ്യതകളുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലും പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇന്നത്തെ സ്റ്റോക്ക് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ വേദാന്ത ഒരു നെറ്റ് ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് Q4-ൽ, അതായത് ഏകദേശം 17,132 കോടിയുടെ ഒരു എക്സെപ്ഷണൽ ലോസാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 12-ലെ Q1-ന് ശേഷം അവർ ആദ്യമായിട്ട് ഒരു നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എബിറ്റയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 26% ഡിക്ലൈൻ ഉണ്ടായതായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് അടുത്തായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ സിൽവർ ലേക്കും അതുപോലെ തന്നെ അവരുടെ കോ ഇൻവെസ്റ്റേഴ്സും പിന്നെയും കൂടുതലായിട്ടൊരു 4,547 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജിയോ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ സ്റ്റേക്ക് 2.08% ഇൻക്രീസ് ചെയ്യാനായിട്ട്. ഇനി അടുത്തതായിട്ട് അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി അവരും 5,683.5 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജിയോ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജിയോ പാർട്ട്നേഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 97,885 കോടി ഈ ഒരു ജിയോ പ്ലാറ്റ്ഫോമിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയായിട്ട് റേസ് ചെയ്തതായിട്ട് അവർ പറയുന്നു. ഇനി ടാറ്റ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ അവർ ഏകദേശം $705 മില്യൺ അത് ചൈനീസ് ബാങ്കിൽ നിന്ന് അവർ റേസ് ചെയ്തതായിട്ട്, ഒരു ലോൺ വഴിയായിട്ട് റേസ് ചെയ്തതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ മിഡ്ലാൻഡിലുള്ള ഓപ്പറേഷൻസ് അത് ഓഗസ്റ്റ് 10 വരെ വീണ്ടും തുടങ്ങില്ല പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയിൽവുഡ് SUV പ്ലാന്റ് അത് നോക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ അത് റീഓപ്പൺ ചെയ്യും എന്നുള്ള രീതിയിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവരുടെ പ്രൊമോട്ടേഴ്സ് അവരുടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഷെയർസ് അക്വയർ ചെയ്യുന്നതിനായിട്ട്, ഷെയർ ബൈബാക്കിനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നു, ഷെയർസ് അക്വയർ ചെയ്യുന്നതിനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവരിപ്പോൾ ഏകദേശം 14.68% സ്റ്റേക്കാണ് അവർ ഹോൾഡ് ചെയ്യുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ. അവർക്ക് അലൗഡ് ആയിട്ടുള്ള ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% ആണ്. അപ്പോൾ അതിലേക്ക് ആ ഒരു റെഗുലേഷൻസ് പ്രകാരം അവർ ആ ഒരു സ്റ്റേക്ക് അത് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ സ്റ്റേക്ക് വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് ഈ സ്റ്റോക്ക് പോസിറ്റീവ് പോയിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് എക്സൈഡ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ അവർ ഏകദേശം 20% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് Q4-ൽ. അതുപോലെ തന്നെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് ബാറ്ററീസ് അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് അത് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റും പിന്നെ അതുപോലെ തന്നെ ഓട്ടോ സ്പേസിലൊക്കെ ഉണ്ടായൊരു സ്ലോ ഡൗൺ എല്ലാം കാരണം നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടായി എന്നുള്ള രീതിയിലാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
ഇനി സ്റ്റീൽ സ്ട്രിപ്പ് വീൽസ് നോക്കുവാണെങ്കിൽ അവരുടെ എല്ലാ പ്ലാൻസും ഫങ്ഷണലായി എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഒരു സെപ്റ്റംബർ 20 ആകുമ്പോഴത്തേക്കും സാധാരണ ഇതിനു മുമ്പുണ്ടായിരുന്ന കൊറോണയുടെ ഇമ്പാക്റ്റിനൊക്കെ മുമ്പുണ്ടായിരുന്നതിൻ്റെ ഒരു 75% തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുമാത്രമല്ല അവരുടെ എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഗ്രോസ് റവന്യൂ അതുപോലെ തന്നെ വോളിയം ഡെലിവറി എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു സെപ്റ്റംബർ അതുപോലെ തന്നെ ഒക്ടോബർ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും എല്ലാം തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഏകദേശം Q1 Q2 ഇനി അങ്ങോട്ടേക്കുള്ള കുറേ റിസൾട്ട്സുകളും അതുപോലെ കമ്പനി അനൗൺസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു Q1 Q2 ഈ ഒരു ഇഫക്റ്റുകൾ തുടരും, കൊറോണയുടെ ഇഫക്റ്റുകൾ തുടരും എന്നാണ് എല്ലാവരും തന്നെ പറയുന്നത്. ഇനി മാരിക്കോയിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ അവരുടെ ഒരു ബിസിനസ് മോഡൽ റിന്യൂ ചെയ്യാൻ പോകുന്നു. അതായത് സപ്ലൈ ചെയിനിലൊക്കെ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലുള്ള ഒരു സപ്ലൈ ചെയിനിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ നോക്കുവാണെങ്കിൽ സഫോൾ എഡിബിൾ ഓയിൽസ് അതുപോലെ തന്നെ ഫുഡ് ബിസിനസ് ഇതിലൊക്കെ ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ പാരച്യൂട്ട് കോക്കനട്ട് ഓയിൽ അതിലൊക്കെ അതിനൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു ഈ ഒരു കൊറോണ കാലത്ത് എന്നുള്ള രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് ഐനോക്സ് മീഡിയനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവർ ഏകദേശം 82 കോടിയുടെ നെറ്റ് ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ Q4. പിന്നെ അതേസമയം ഇവരുടെ കഴിഞ്ഞ വർഷത്തെ Q4 2019 Q4 നോക്കുകയാണെങ്കിൽ ഏകദേശം 48 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിപ്പോൾ ഈ ഒരു പ്രധാന കാരണങ്ങളായിട്ട് അവർ പറയുന്നത് ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റ് അതുപോലെ തന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഹീറോ മോട്ടോ കോർപ്പ് നോക്കുകയാണെങ്കിൽ അവർ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ സെയിൽസ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഷോപ്പ്. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് വണ്ടികൾ വാങ്ങാനൊക്കെ ആയിട്ട് ഈ ഒരു കമ്പനി വെബ്സൈറ്റ് മൂലം കമ്പനികൾ വാങ്ങാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല കസ്റ്റമേഴ്സിന് സർവീസ് അപ്പോയിൻമെൻറ്റ്സ് അവരുടെ ഹീറോ ആപ്പ് വഴിയായിട്ട് ഇനി മുതൽ അത് ബുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാർ സിമൻസ് നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റ് അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ഒരു പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതൊരു എയർലി സ്റ്റേജ് ആണ്, ഇനിയും കുറച്ച് സമയം വേണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ഓപ്പറേഷൻസും അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂയിലെല്ലാം ഈ ഒരു ലോക്ക്ഡൗൺ അതുപോലെ തന്നെ കൊറോണയെല്ലാം നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ Q1 ഫിനാൻഷ്യൽ ഇയർ 2021 Q1 ഈ ഒരു ലോക്ക്ഡൗൺ ഇമ്പാക്റ്റുകൾ കൂടുതലായിട്ടും കാണും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ റിലാക്സ് ഓഫ് ഫുട്വെയർ നോക്കുകയാണെങ്കിൽ മാർച്ച് ക്വാർട്ടറിൽ ഏകദേശം 15% ഡിക്ലൈനാണ് അവർ റവന്യൂവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിവിസ് ലബോറട്ടറി നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു 33% ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് കൂടുതലും അതർ ഇൻകത്തിലാണ് വന്നിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എബിഡയിൽ നോക്കുകയാണെങ്കിലും ഏകദേശം 7% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ടായിരിക്കുന്നത്. ഇനി നമ്മൾ ഗ്ലോബൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ കൊറോണ പല രാജ്യങ്ങളും വ്യാപിക്കുന്നുണ്ടെങ്കിലും എല്ലാ രാജ്യങ്ങളിലും തന്നെ റിലാക്സേഷൻസ് കൂടുതലായിട്ട് കൊണ്ടുവരികയാണ്. ഹോങ്കോങ്ങിൽ നോക്കുകയാണെങ്കിൽ ബിസിനസ് എക്സിക്യൂട്ടീവ്സിനെല്ലാം ക്വാറന്റൈൻ റൂൾസിലൊക്കെ റിലാക്സേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ ജപ്പാനിൽ GDP നോക്കുകയാണെങ്കിൽ 2.2% ചുരുക്കമാണ്, അതായത് ഡിക്ലൈൻ ആണ് വന്നിരിക്കുന്നത്. ഇനി അതുമാത്രമല്ല കൊറോണയ്ക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നൊരു വാക്സിനായിരുന്നു ഹൈഡ്രോക്സി ക്ലോറോക്വിനൈൻ. അപ്പോൾ അതിൽ UK നടത്തിയ ഒരു സ്റ്റഡി പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ ഒരു വാക്സിൻ അത്ര എഫക്റ്റീവ് അല്ല, അതിന് ഒരു COVID-19 അഗേൻസ്റ്റായിട്ട് ഒരു ബെനിഫിറ്റും കാണിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ വന്നിരിക്കുന്നത് UK സ്റ്റഡിയുടെ. അതുപോലെ തന്നെ ഇപ്പം മെഡിസിനെ സംബന്ധിച്ചിടത്തോളം കൊറോണയ്ക്ക് അഗേൻസ്റ്റായിട്ട് മെഡിസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പം എല്ലായിടത്തും തന്നെ പരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം വലിയ റിസൾട്ട്സുകൾ കൊടുത്ത ഒരു പരീക്ഷണങ്ങൾ ഇതുവരെ നമുക്ക് റിപ്പോർട്ടായിട്ടില്ല. അപ്പോൾ ഇനിയും നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിയർ പിക്ചർ നമ്മുടെ കയ്യിലില്ല. എങ്കിലും നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു Q1 Q2 ഇമ്പാക്റ്റുകൾ കൂടുതലായിട്ടുണ്ടാകാം. അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു വരാം, എല്ലാവരും നോർമൽ സ്റ്റേജിലേക്ക് വരാം, ഈ ഒരു കൊറോണ നിലനിന്നാലും എന്നുള്ള രീതിയിലാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അഗ്രസീവായിട്ടുള്ളൊരു ഇൻവെസ്റ്റർ ആയിട്ടിരിക്കുക. അതായത് കൂടുതലും എന്തെങ്കിലും ഒരു ഫോളോ അങ്ങനെ മാർക്കറ്റിലോ അല്ലെങ്കിൽ കൂടുതലായിട്ടൊരു ഫോളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി ആലോചിക്കുക. നമുക്കൊരു ഐഡിയ കിട്ടുന്ന വരെ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 2021 തിരിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പക്ഷേ കൂടുതൽ നോർമലായിട്ടുള്ള ഒരു മാർക്കറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും കമൻറ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.